2-3 ദിവസമായി സാറിനെ പറ്റി പറയലുണ്ട്. അത്ലറ്റിക്സ് ഹാൻഡ്ബോൾ അങ്ങനെ വൈറലായിട്ട് സാറിന് പോകത്ത് സാർ ഇനിയും പോകത്തും അഡ്ജസ്റ്റ്മെന്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ വരുന്ന സാറിനെ കണ്ടിട്ടില്ലേ, ഫസ്റ്റ് ദിവസം സാറിനെ ഉണ്ട്. ഇവിടെ ഇവിടെ എന്തൊക്കെ ഗെയിംസ് ഉണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഫസ്റ്റ് ഞാനിവിടെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇവിടെ സ്പോർട്സിൽ ഇത്രയും അച്ചീവ്മെന്റ് ഉണ്ടായി, ഇതുണ്ടായി, കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഞാൻ പറയാം, ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്ത ക്യാമ്പിൽ ഫസ്റ്റ് ഞാൻ വന്നത് തന്നെ സാറിന് എടുത്താൽ. ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്ത ക്യാമ്പും ഞാൻ കൊല്ലം ലീഗിൽ ഫസ്റ്റ് ടീമിൽ ഇറങ്ങിനി, അതായത് ടീമിൻ്റെ കൂടെ ഉണ്ടായിനി ഫസ്റ്റ് ഇയറിൽ. പിന്നെ അതുപോലെ വരെ ഇപ്പോൾ സെനീന് ഫാദി ഈ ബാച്ചിന് മൊത്തം മെൻഡറായിട്ട് ഞാനേനി ഇവരെ ഫുട്ബോളിലേക്ക് കൊണ്ടുവരല്ലോ, രാവിലെ എണീച്ച് കൊണ്ടുവരല്ലോ, അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് തന്നെ. പക്ഷെ അന്നൊക്കെ ഭയങ്കര പ്രൗഡേനി. അതായത് ഞാനന്ന് സ്റ്റോറി ഇട്ടീനി, അതായത് FCDKMC ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി കിട്ടീനി. അത്രയും വലിയ കാര്യമാണ് FCDKMC. അത് ഭയങ്കര ബ്രാൻഡേനി. ഇനിയിപ്പോൾ കൊല്ലലേക്ക് വരുന്നുണ്ട്, അപ്പോൾ സാറായില്ലെന്തോ ടീമിൽ അവസരം തരാം, 5 മിനിറ്റേ കളിക്കുള്ളൂ പറഞ്ഞത്. അപ്പോൾ അവസരം തരാമെന്ന് പറയണം. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലും ഇതിൽ കളിക്കാൻ പറ്റി, എൻഡിങ്ങിലും ഇതിൽ കളിക്കാൻ പറ്റി. ആ ഒരു ജേണി ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇവിടെ എന്ത് അച്ചീവ്മെൻറ്റ് നേടിയിട്ടുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇതിൻ്റെ ഒക്കെ പുറകിൽ സാറും പിന്നെ എന്താ പറയുക എൻ്റെ അച്ചീവ്മെൻറ്റ് പുറകിലാട്ടോ പറഞ്ഞത്. അതായത് സാറിൻ്റെ ഒരു ഇമ്പാക്ട് ഭയങ്കര. സാർ FCDKMC ഫസ്റ്റ് വന്ന് സാർ അവിടെ നിന്ന് തൊട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ. പിന്നെ ഏത് ഗെയിമിലേക്ക് ഞാൻ മാറി കഴിഞ്ഞാലും എന്തൊക്കെ ആയി കഴിഞ്ഞാലും സാറിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ തന്നെ. സാറിനെ പറ്റി ഞാൻ വീണ്ടും പറയണില്ല, സാറെല്ലാം ആണ് എല്ലാ ഗെയിംസിലും എല്ലാത്തിലും. പിന്നെ അതുപോലെ FCDKMC പ്രത്യേകിച്ചിട്ട്. കാരണം മനീഷ് സാർ പറഞ്ഞല്ലേ ഇപ്പോൾ കേരളം മൊത്തം, ഇനിയിപ്പോൾ ഇന്ത്യ മൊത്തം അറിയട്ടല്ലേ, വേൾഡ് മൊത്തം ആ ലെവലിൽ ഉയരട്ടെ. അത്രയും ഇമ്പാക്റ്റ് ഉണ്ട് സാറിന്, അത്ര ഇതുണ്ട്.